GST നടപ്പാക്കിയതോടെ ആക്രി മേഖലയും പ്രതിസന്ധിയിൽ. ഉപയോഗിച്ച് തള്ളുന്ന മാലിന്യങ്ങൾക്ക് 18% നികുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നികുതിയില്ലാതിരുന്ന പ്ലാസ്റ്റിക്കിന് പോലും വൻ നികുതിയാണ് ഈടാക്കുന്നത്. GST നിലവിൽ വരുന്നതിന് മുമ്പ് ആക്രി ഉൽപ്പന്നങ്ങൾക്ക് പലതിനും 5% മാത്രമാണ് നികുതി ഉണ്ടായിരുന്നത്. ഇതിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഈടാക്കിയിരുന്നുമില്ല. എന്നാൽ GST വന്നതോടെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ആക്രി സാധനങ്ങൾക്ക് 18% നികുതി. 5% ഉണ്ടായിരുന്ന ഇരുമ്പിന് 18%, 5% നികുതി ഉണ്ടായിരുന്ന ന്യൂസ് പേപ്പറിന് 12%, കുപ്പിവെള്ളത്തിന് 2% മാത്രം നികുതിയുള്ളപ്പോൾ ഉപയോഗശേഷം ഉപേക്ഷിക്കുന്ന കുപ്പിക്ക് 18% നികുതി. ചെരുപ്പിന് 5% നികുതിയെങ്കിൽ ഉപയോഗശൂന്യമായ ചെരുപ്പിന് 18% നികുതി നൽകണം. അപ്പോൾ ഞങ്ങളുടെ മേലുള്ള ടാക്സ് ഭാരം ഒഴിവാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് നിരോധിക്കുന്ന ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം, പ്ലാസ്റ്റിക് പർച്ചേസ് ബഹിഷ്കരിക്കുക എന്നൊരു മാർഗവുമായി ഞങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ കേരളം മാലിന്യ കൂമ്പാരമാകും. നികുതി ഭാരം വർദ്ധിച്ചതോടെ പ്ലാസ്റ്റിക് അടക്കമുള്ള വസ്തുക്കൾ ശേഖരിക്കുന്നത് വ്യാപാരികൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഇതോടെ ഈ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന നൂറുകണക്കിന് തൊഴിലാളി കുടുംബങ്ങളാണ് പട്ടിണിയിലായിരിക്കുന്നത്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോട്ടയം.